അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. പ്രിയ bought a bag and a pair of slippers for 1100 rupees. അപ്പൊ എന്ത് ചെയ്തേക്കാം, പ്രിയ ഒരു ബാഗും പിന്നെ ഒരു പെയർ ചെരുപ്പ് മേടിച്ചു. എത്ര രൂപയ്ക്ക്? 1100 രൂപയ്ക്ക്. ആൻഡ് പിന്നെന്താ പറഞ്ഞേക്കണേ, ബാഗ് കോസ്റ്റ് 300 rupees മോർ ദാൻ സ്ലിപ്പേഴ്സ്. അപ്പൊ അതിനർത്ഥം എന്താ, ബാഗിന് സ്ലിപ്പേഴ്സിനേക്കാളും 300 രൂപ അധികമാണ്. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ഞാൻ കണ്ടുപിടിക്കേണ്ടത് സ്ലിപ്പറിന്റെ പ്രൈസും കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ ബാഗിന്റെ പ്രൈസും കണ്ടുപിടിക്കണം. അപ്പൊ നോക്കിയേ, നമുക്ക് പ്രൈസ് ഓഫ് സ്ലിപ്പേഴ്സിന് എന്തൊന്ന് കൊടുക്കാം, എക്സ് എന്ന് കൊടുക്കാം. എന്താ പറഞ്ഞേക്കണ, ബാഗിന്റെ പ്രൈസ് എന്ന് പറയുന്നത് സ്ലിപ്പേഴ്സിനേക്കാളും 300 രൂപ അധികം. അപ്പൊ പ്രൈസ് ഓഫ് ബാഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക, നമ്മുടെ സ്ലിപ്പറിന്റെ പ്രൈസിനേക്കാളും എത്ര രൂപ അധിക, 300 രൂപ അധികം. ഇപ്പൊ രണ്ടും കിട്ടിയില്ലേ? ഇനി എന്താ അവര് പറഞ്ഞേക്കണേ, രണ്ടിനും കൂടി ചേർന്ന 1100 രൂപ അല്ലെ. അപ്പൊ സ്ലിപ്പറിന്റെ പൈസയും അതേപോലെ തന്നെ ബാഗിന്റെ പൈസയായ എക്സ് പ്ലസ് 300 കൂടി ചേർന്നാൽ നമുക്ക് 1100. ഇനി ഇതൊന്ന് ജസ്റ്റ് സോൾവ് ചെയ്താൽ മതി. എക്സ് പ്ലസ് എക്സ് 2x. സോ 2x പ്ലസ് 300 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, 1100. അതേപോലെ തന്നെ 2x ഈക്വൽ ടു 1100 മൈനസ് 300 കൊടുക്കാം. സോ ദിസ് ഇസ് ഈക്വൽ ടു 800 കിട്ടും. അവിടെ നിന്ന് 2x ഈക്വൽ ടു 800 ആണെങ്കിൽ x ഈക്വൽ ടു എന്തെന്ന് കിട്ടും, 800 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ്. അപ്പൊ നമുക്ക് x ഈക്വൽ ടു എന്തെന്ന് കിട്ടി, x ഈക്വൽ ടു 400 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അപ്പൊ ചപ്പലിന്റെ അതായത് ചെരുപ്പിന്റെ സ്ലിപ്പറിന്റെ പ്രൈസ് 400 കിട്ടി അല്ലെ. ബാഗിന്റെ പ്രൈസ് എന്താ, എക്സ് പ്ലസ് 300. എക്സിന്റെ വാല്യൂ 400, പിന്നെ 400 പ്ലസ് 300 ഈക്വൽ ടു 700. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി, നമ്മളുടെ സ്ലിപ്പറിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 400 എന്നും അതേപോലെ തന്നെ ബാഗിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 700 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സം ഓഫ് 2 numbers is 26 and their difference is 4. അപ്പൊ വാട്ട് ആർ ദ നമ്പേഴ്സ്, രണ്ട് നമ്പർ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ലെറ്റ് എക്സ് ആൻഡ് വൈ ബി 2 numbers. അപ്പൊ എന്ത് കിട്ടി, രണ്ട് നമ്പേഴ്സ് ആയിട്ട് സെലക്ട് ചെയ്തത് എക്സിനെയും വൈനെയാണ്. ഇനി ഇവർ പറഞ്ഞിരിക്കുന്ന വരികൾ എന്തൊക്കെയാ, സം ഓഫ് 2 numbers is 26 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് നമ്പറും ആഡ് ചെയ്താൽ 26 ആണ്. അടുത്തതോ their difference is എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 4 ആണ്. രണ്ട് ഇക്വേഷൻ കിട്ടിയില്ലേ? നമുക്ക് എന്ത് ചെയ്യാം, ഇവിടത്തെ കേസിൽ ഇപ്പം എക്സിന്റെ കോഎഫിഷ്യന്റ് ആയാലും വൈന്റെ കോഎഫിഷ്യന്റ് ആയാലും നമുക്ക് ഇവിടെ വേറെ മാറ്റങ്ങളൊന്നും വരുത്തണ്ട. അതുകൊണ്ട് നമുക്കത് എയ്തർ ആഡ് ചെയ്യാം അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ തൽക്കാലത്തേക്ക് ഞാനിതൊന്ന് ആഡ് ചെയ്യാനാ പോണേ കേട്ടോ. അപ്പൊ എക്സ് പ്ലസ് എക്സ് 2x, വൈ പ്ലസ് മൈനസ് വൈ എന്ന് പറയുമ്പോൾ വൈന്റെ അവിടെ 0 ആയിപ്പോ ഈക്വൽ ടു 26 പ്ലസ് 4 30. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 2x ഈക്വൽ ടു 30 ആൻഡ് എക്സ് ഈക്വൽ ടു 30 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 15. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഒരാളെ 15 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. ഇനി അടുത്ത ആളെ നമുക്ക് കണ്ടുപിടിക്കാം. ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി നമ്മള്. അതിന് വേണ്ടിട്ട് എന്ത് ചെയ്യാം, നമുക്കൊരു കാര്യം അറിയാം അല്ലെ, എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 26. അതിലിപ്പോ എക്സ് കിട്ടി 15. സോ 15 പ്ലസ് വൈ എന്ന് പറയുന്നത് എത്രയാ, 26. അപ്പൊ വൈ എന്ന് പറയുന്നത് എന്താ, 26 മൈനസ് 15 എത്രയാ, 11. അപ്പൊ നമ്മളുടെ എക്സും കിട്ടി, എക്സ് ഈക്വൽ ടു 15 എന്ന് കിട്ടി, വൈ ഈക്വൽ ടു 11 എന്ന് കിട്ടി. ഇതാണ് രണ്ട് നമ്പേഴ്സ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ, ഇത് ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം, ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോന്ന്. അതായത് 15 പ്ലസ് 11 26 കിട്ടുന്നുണ്ടോ, അതേപോലെ 15ൽ നിന്ന് 11 കുറച്ചാൽ 4 കിട്ടുന്നുണ്ടോ. കിട്ടുന്നുണ്ടെങ്കിൽ കൺഫേം ആയിട്ടും നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 40 centimeter. അപ്പൊ നമുക്ക് ആദ്യം അറിയേണ്ടത് റെക്ടാംഗിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലെ. എന്തായിരുന്നു റെക്ടാംഗിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? പെരിമീറ്റർ എന്ന് പറയുന്നത് 2 into ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്. അത് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട് അവര്, 40 തന്നിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞേക്കണേ, one side is
8 സെന്റിമീറ്റർ ലോങ്ങർ ദാൻ ദി അതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു സൈഡ് മറ്റേ സൈഡിനേക്കാളും 8 സെന്റിമീറ്റർ അധികമാണ്. അപ്പൊ തൽക്കാലത്ത് ഇതൊന്ന് ഞാൻ സോൾവ് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എൽ പ്ലസ് ബി ഈക്വൽ ടു 40 അല്ലേ? എങ്കിൽ എൽ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താ കിട്ടാൻ പോണേ? 40 ഡിവൈഡഡ് ബൈ 2 അല്ലെ എന്ന് പറഞ്ഞാൽ അത് 20 കിട്ടി. അപ്പൊ ഒരു ഇക്വേഷൻ കിട്ടി നമുക്ക്, എൽ പ്ലസ് ബി ഈക്വൽ ടു 20. ഓക്കെ അല്ലേ? പിന്നെ എന്താ പറഞ്ഞേ? വൺ സൈഡ് ഈസ് 8 സെന്റിമീറ്റർ ലോങ്ങർ ദാൻ ദി അതർ. അപ്പൊ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇപ്പൊ രണ്ട് സൈഡ് നമുക്ക് എല്ലും ബി ആയിട്ട് എടുത്തേക്കാം, ലെങ്ത് ഒന്നും എടുത്തുന്നു. അപ്പോ വൺ സൈഡ് ഈസ് 8 സെന്റിമീറ്റർ ലോങ്ങർ ദാൻ ദി അതർ എന്ന് പറയുമ്പോൾ ഞാൻ ലെങ്ത് ഈസ് 8 സെന്റിമീറ്റർ ലോങ്ങർ ദാൻ ബ്രിഡ്ത്ത്. കുഴപ്പമില്ലല്ലോ. ലെങ്ത് എന്ന് പറയുന്നത് ബ്രിഡ്ത്തിനേക്കാളും 8 സെന്റിമീറ്റർ കൂടുതലാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷനും ഈ ഇക്വേഷനും വെച്ചിട്ട് എന്ത് ചെയ്യാം? ഇത് നമുക്ക് സോൾവ് ചെയ്യാം. അപ്പൊ ഇവിടുന്ന് ഒന്നാമത്തെ ഇക്വേഷനിൽ എൽ ഈക്വൽ ടു ബി പ്ലസ് 8 അല്ലേ? അത് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. അതായത് എല്ലിന് പകരം എന്തെന്ന്? ബി പ്ലസ് 8 പ്ലസ് ബി ഈക്വൽ ടു 20. അതായത് രണ്ടാമത്തെ ഇക്വേഷനില് എല്ലിന് പകരം ബി പ്ലസ് 8 ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് സോൾവ് ചെയ്തെടുക്കാം. ബി പ്ലസ് ബി എന്ന് പറയുന്നത് എന്തായി? 2b പ്ലസ് 8 ഈക്വൽ ടു 20. അവിടെ നിന്ന് 2b ഈക്വൽ ടു 20 മൈനസ് 8 ദാറ്റ് ഇസ് ഈക്വൽ ടു 12. എന്നിട്ട് 2b ഈക്വൽ ടു 12. സോ b ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഇസ് ഈക്വൽ ടു 6. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ബി കിട്ടി അല്ലേ? ബി കിട്ടി കഴിഞ്ഞാൽ സുഖ. നമുക്ക് അതോടെ ഇട്ട് കൊടുത്താൽ മതി എല്ല് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. നമ്മളുടെ എല്ലാം എന്തെന്നാ? എൽ ഈക്വൽ ടു ബി പ്ലസ് 8 അല്ലേ? അതിനകത്ത് ബിക്ക് പകരം ഇട്ട് കൊടുക്കാം. ബി ഈക്വൽ ടു 6. സോ 6 പ്ലസ് 8 ദാറ്റ് ഇസ് ഈക്വൽ ടു 14. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? ലെങ്ത് എന്ന് പറയുന്നത് 14 ആണെന്നും ബ്രിഡ്ത്ത് എന്ന് പറയുന്നത് 6 ആണെന്നും കിട്ടി. ഇത് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം ശരിയാണോന്ന്? ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. പെരിമീറ്റർ 40 അല്ലേ? അപ്പൊ സൈഡിൽ വെറുതെ ചെയ്ത് നോക്കാം. 16 പ്ലസ് 4 ലെങ്ത് പ്ലസ് ബ്രിഡ്ത്ത് 14 പ്ലസ് 6 ഇൻറ്റു 2 ചെയ്ത് നോക്കാം. 14 6 20 20 ഇൻറ്റു 2 40. അപ്പൊ വേണ്ട, നമുക്ക് പെരിമീറ്റർ 40 തന്നെ കിട്ടിയത്. അങ്ങനെ നമുക്ക് നമ്മളുടെ ഉത്തരം ശരിയാണെന്ന് കൺഫേം ചെയ്യാം.